ഹായ് എവരി വൺ, ദിസ് ഇസ് റാഷേദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജാവ എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ആ ജാവ യൂസ് ചെയ്ത് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് അതിൻ്റെ IDE എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതും നോക്കിയിട്ടുണ്ടായിരുന്നു. IDE ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ VS കോഡാണ്. ആ VS കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ജാവയുടെ ഫസ്റ്റ് കോഡ് നമ്മൾ എഴുതാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് കോഡ് എഴുതുമ്പോൾ എവിടെയാണ് നമ്മൾ കോഡ് എഴുതുന്നത് എങ്കിൽ അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പാത്ത് ഓപ്പൺ ആവും, ആ ഒരു ഫോൾഡർ ഓപ്പൺ ആവും. ആ ഫോൾഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ആ പാത്ത് കാണാൻ വേണ്ടി പറ്റും. ആ പാത്തിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞു, CMD എന്ന് ടൈപ്പ് ചെയ്തു. CMD എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. ആ കമാൻഡ് പ്രോംപ്റ്റിൽ ഞാൻ എന്ത് പറഞ്ഞു, കോഡ് ഡാഷ് ഡോട്ട് എന്ന് ഇട്ടതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ VS കോഡ് ആ ഒരു പർട്ടിക്കുലർ പാത്തിലെ ആ ഒരു പർട്ടിക്കുലർ ഫോൾഡറിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ടെർമിനലിനെ അത് കോൺഫിഗർ ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. യെസ്, എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടെർമിനലിനെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോൾഡറിൽ തന്നെ, കാണിച്ചു കൊടുത്തിട്ടുള്ള ഫോൾഡർ തന്നെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജാവ ഡാഷ് വേർഷൻ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു വേർഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത സംഭവമാണ്. 11 ആണ് എൻ്റെ LTS വെർഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 21 സെലക്ട് ചെയ്യാം, 17 സെലക്ട് ചെയ്യാം. ഈ രണ്ട് സാധനമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി എന്താണ് നമ്മളുടെ കമ്പൈലർ, ജാവ ഡാഷ് വേർഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേർഷൻ എന്താണ്, കറക്റ്റായിട്ട് 11 ആണ്, 11.0.22 ആണ് എന്ന് കാണാൻ വേണ്ടി പറ്റി. ഇത് രണ്ടും നമ്മുടെ VS കോഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സംഭവങ്ങൾ കറക്റ്റ് ആണെന്നും നമ്മൾ കൊടുത്തിട്ടുള്ള പാത്ത് കറക്റ്റ് ആണ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി നമ്മുടെ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. ജാവയുടെ ഫസ്റ്റ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും ആ ഫയൽ യൂസ് ചെയ്തിട്ട് ഹലോ വെൽക്കം എന്ന് പറയുന്ന ആ ഒരു വെൽക്കം സ്ക്രീൻ അല്ലെങ്കിൽ വെൽക്കം കോഡ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതുമാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്റ് ചെയ്താൽ തന്നെ ഇവിടെ ഒരു ഫോൾഡർ ഒരു ഐക്കൺ കാണാൻ വേണ്ടി പറ്റും. ഐക്കണിൽ എന്തുണ്ട്, ന്യൂ ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജാവയുടെ ഫയൽ നെയിം കൊടുക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആയി. ഇവിടെ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ജാവയുടെ ഫയൽ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. സോ ഞാൻ എന്ത് ചെയ്തു, ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. ഡോട്ട് ഇട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, എക്സ്റ്റൻഷൻ കൊടുക്കണം. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു, അതൊരു ജാവ ഫയലാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഹലോ ഡോട്ട് ജാവ എന്ന് പറയുന്ന ആ ഒരു ഫയൽ നെയിം കൊടുത്തു. നിങ്ങളും ഇങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ ഡോട്ട് ഇട്ടതിന് ശേഷം ജാവ ആയിരിക്കണം. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VS കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ജാവ ഫയൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ IDE നമുക്ക് ജാവ കോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോൺഫിഗർ ചെയ്ത് സെറ്റാക്കി നമുക്ക് എന്ത് ചെയ്യും, കോൺഫിഗർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം പ്രിന്റ് ചെയ്യാനുള്ള ഒരു ചെറിയ കോഡാണ് എഴുതാൻ പോകുന്നത്. അത് ജസ്റ്റ് നമ്മൾ റൺ ചെയ്ത് കമ്പൈൽ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എന്താണ് അതിൽ എഴുതിയിട്ടുള്ള ഓരോ കീവേഡ്സും എന്തിനാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ എന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മളുടെ ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആ ക്ലാസ് എന്താണ്, പബ്ലിക് ക്ലാസ് ആണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് എന്താണ്, പബ്ലിക് ക്ലാസ് ഏതാണ്, ആ ക്ലാസ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആ ക്ലാസ് എപ്പോഴും ഇവിടെ ക്ലാസ് നെയിം എന്തായിരിക്കണം, ഈ ഫയൽ നെയിം ആയിരിക്കണം. സോ ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു, ഹലോ എന്ന് പറഞ്ഞു. ഇനി എന്താണ്, ഒരു ഓപ്പണിംഗ് ബ്രേസസ് ഇട്ടതിന് ശേഷം എന്ത് ടൈപ്പ് ചെയ്തു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് പറഞ്ഞു, സ്ട്രിങ്, എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ് സ്ട്രിങ്, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞു, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആക്സിന് മെൻഷൻ ചെയ്തു. വീണ്ടും എന്ത് ചെയ്യാം, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ടു, അതിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് എന്ത് പറഞ്ഞു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ്
ln എന്നിട്ടതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞു, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തു. സോറി, സെമിക്കോൺ അപ്പുറത്താണ് വരേണ്ടത്. ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ക്യാപിറ്റൽ എസ് ക്യാപിറ്റലാണ്. ആർക്സ് ഇട്ടതിന് ശേഷം സിസ്റ്റത്തിലെ എസ് ക്യാപിറ്റൽ ലെറ്ററാണ്. ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഹലോ വേൾഡ് എന്ന് നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് ഫസ്റ്റ് ജാവ കോഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ഈ പബ്ലിക് ക്ലാസ് എന്നുള്ളത് പറയും. ഇവിടെ പബ്ലിക് എന്തിനാണ്, സ്റ്റാറ്റിക് എന്തിനാണ്, ഈ വേർഡ് മെയിൻ എന്തിനാണ്, സ്ട്രിങ് എന്തിനാണ്, ഇവിടെ ആർഗ്യുമെൻറ്റ്സ് എന്താണ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമ്മളുടെ ഈ ഹലോ വേൾഡ് എന്ന് ഇവിടെ പ്രിൻ്റ് ചെയ്യാനുള്ള, നമ്മളുടെ ടെർമിനലിൽ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ജസ്റ്റ് സിമ്പിൾ കോഡാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സോ ഇതിനെ ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സോ അതിനെന്താണ്, നമ്മൾ നേരത്തെ ഓൾറെഡി ജാവാസി എന്ന് പറയുന്നിട്ടുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തു. ജാവാസി എന്നിട്ട് എന്ത് പറഞ്ഞു, എന്തിനാണോ നമുക്ക് റൺ ചെയ്യേണ്ടത് ആ ഒരു ഫയൽ നെയിമിന് നമ്മൾ കൊടുത്തു ഹലോ ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട്. ഈ ഹലോ ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനിവിടെ എന്ത് ചെയ്യാണ്, എൻ്റർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്തു, കമ്പൈൽ ചെയ്തു. എന്നിട്ട് എന്താണ്, സോ നമുക്കെന്താണ് ഇവിടെ അത് കമ്പൈൽ ചെയ്തിട്ടുണ്ടല്ലേ. കമ്പൈൽ ചെയ്യുമ്പോൾ തന്നെ എന്ത് പറഞ്ഞു, ഒരു ക്ലാസ് ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കെന്താണ് അതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി എന്താണ് ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫയലിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു, ജാവ ഹലോ എന്ന് പറയുന്ന ജാവ കീവേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഫയലിനെ വിളിച്ച്, ഈ ഫയലിനെ വിളിച്ചപ്പോൾ ഇവിടെ എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഫയല് റൺ ചെയ്ത് ഇവിടെ അതിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തന്നു. ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് പ്രിൻ്റ് ചെയ്യാനുള്ള ജാവയുടെ ഒരു പ്രോഗ്രാം ആണ് നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഹലോ വേൾഡ് വെൽക്കം ടു ജാവ എന്ന് കൊടുത്തു. വെൽക്കം ടു ജാവ കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് പറഞ്ഞു, ഇവിടെ ജാവ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരിക, ജാവ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ എറർ വരാൻ കാരണം എന്താണ്, നമ്മളിവിടെ സ്മോൾ ലെറ്ററാണ് യൂസ് ചെയ്തത്, ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മുടെ ഫയൽ നെയിം. സോ ജാവ ഹലോ എന്ന് കൊടുത്തു. ജാവ ഹലോ എന്ന് കൊടുക്കുമ്പോൾ എന്താണ്, ഹലോ വേൾഡ് എന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ സേവ് ചെയ്തിട്ടും എന്ത് വരുന്നില്ല, ഇതിലുള്ള മാറ്റം എന്താണോ വരുത്തിയത് ആ മാറ്റത്തെ നമുക്ക് കാണാനില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ ഒരു ഫയലിൽ നിന്ന് കമ്പൈൽ ചെയ്തിട്ടുള്ള ഈ ഫയലിൽ നിന്നാണ് ജാവ ഹലോ എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. എന്ത് ചേഞ്ച് വരുത്തിയോ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ജാവാസി ഹലോ ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കമ്പൈൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് പറയാം, ജാവ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യെസ് ഇപ്പോഴെന്താണ് ഇതിനെ അത് ഓവർ റൈറ്റ് ചെയ്തു. ഓവർ റൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഉള്ളിൽ എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിനെ എന്ത് ചെയ്തു, ജാവ നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്ത് തന്നു. അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു തന്നു. സോ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ജാവ പ്രോഗ്രാം. സോ ജസ്റ്റ് നമ്മൾ എന്താണ് നോക്കുന്നത്, ഇതിനെ എങ്ങനെ കമ്പൈൽ ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാം എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. എന്താണ് ഒരു ക്ലാസ് ഫയൽ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും ജാവ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ചെയ്ത കോഡ് കാണാൻ പറ്റാത്തത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ക്ലാസ് ഫയൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കമ്പൈൽ ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ വരുത്തിയിട്ടുള്ള അപ്ഡേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഫയലാണ് നമ്മൾ ജാവ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഫയലാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലാസ് ഫയലാണ് റൺ ആണെന്നുള്ളത് മനസ്സിലായി. സോ ഇനി എന്താണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് വളരെ വ്യക്തമായി ഇതിലെ ഓരോ കീവേഡും എന്താണെന്നുള്ളത് വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ എവരിബഡി ഇതുവരെയുള്ള എല്ലാ ഇൻസ്റ്റാളേഷനും എല്ലാ കാര്യങ്ങളും എല്ലാവരും പക്കയാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ വരും വീഡിയോകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.